5 വർഷമായി ഗൾഫിൽ പോയിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ മെസ്സേജസ് അയച്ചിരുന്നു, ഫോൺ കോളുകൾ ചെയ്തിരുന്നു. പിന്നീട് ഗണ്യമായിട്ടത് കുറഞ്ഞു. ഒരു നിലക്കും പിന്നെ കോണ്ടാക്ട് ചെയ്യാത്തൊരവസ്ഥാവിശേഷം സംജാതമായി. ഇവരങ്ങോട്ട് കോൾ ചെയ്യുമ്പോഴോ മെസ്സേജസ് ഒക്കെ അയക്കുമ്പോഴോ തിരിച്ച് റീപ്ലൈ കിട്ടാത്തൊരു സാഹചര്യം. അവരത് റീഡ് ചെയ്യുന്നില്ല, ഒരു നിലക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ വിഷയം എത്തിയപ്പോൾ അവരോട് ഒരു മഹത്തായ ഇസ്മ, അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഒരു ഇസ്മ 400 തവണ ചൊല്ലാൻ വേണ്ടി പറയുകയും അവര് വളരെ കണ്ണീരോടുകൂടെയാണ് നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ വിഷയം പറഞ്ഞിട്ട് ഒരു നിലക്കും കോണ്ടാക്ട് ഇല്ല. പലരോടും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടും അതിനൊരു പ്രതിവിധി ആയില്ല. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഒരു ഇസ്മ 400 തവണ ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും അവർ അത് മുറ പോലെ 400 തവണ ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നല്ല നിയ്യത്തോടുകൂടെ ചൊല്ലിക്കൊണ്ടിരുന്നു. 4ാം ദിവസം ആ പ്രവാസ ലോകത്ത് നിന്ന് അവർ നാട്ടിലേക്ക് വരികയും അവരുടെ മക്കളെയും കുടുംബവും ഒക്കെ കാണുകയും യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ സന്തോഷത്തോടെ സുഖകരമായ നിലയിൽ അവർ അവരുടെ ദാമ്പത്യ ജീവിതം എന്ന നൗക അവരിരുവരും വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കുള്ള വളരെ പവിത്രമായ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് അസ്മാഉൽ ഹുസ്ന അത് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാനും ദാമ്പത്യ ജീവിതം അത് സുഖകരമാക്കാനും ഈ ഒരു ഇസ്മിനെ ധാരാളം ഉരുവിട്ടാൽ മതി. ഞാൻ പലപ്പോഴും എൻ്റെ ഷോർട്ട് വീഡിയോസുകളിലൊക്കെ ആ ഇസ്മിനെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരം സ്നേഹത്തിനെ പകർന്നു കൊടുക്കാൻ, അവരുടെ ഇടയിലുണ്ടായിരുന്ന അനൈക്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് നല്ല സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാൻ കാരണമാകുന്ന ആ മഹത്തായ ഇസ്മ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പവിത്രമേറിയ ഇസ്മ അത് അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ യാ വദൂദ് എന്ന് പറയുന്ന ഇസ്മാണ്. ഞാൻ പലരോടും ആ ഇസ്മ പതിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ സങ്കീർണതകളിലൂടെ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ ഇവിടെ വരാറുണ്ട്. യാ വദൂദ് എന്ന ഇസ്മിന്റെ ആദത്തുകളൊക്കെ ചേർത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. വുദ് എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വദൂദ് എന്നുള്ള ആ പദം ഉണ്ടായിട്ടുള്ളത്. സ്നേഹാധിക്യമുള്ളവൻ, സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് വദൂദ് എന്നുള്ള അർത്ഥം, എന്ന പദത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിയാറുകളായ സാധുക്കളായ അടിമകളോട് വല്ലാത്ത അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സ്നേഹമുണ്ട്. നമ്മോടൊക്കെ അല്ലാഹുവിന് അടങ്ങാത്ത സ്നേഹമുണ്ട്. അത് അല്ലാഹു പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഉപകരിക്കപ്പെടേണ്ട വസ്തുക്കള്, അതിന്റെ ഫലങ്ങള്, അതിന്റെ പ്രയോജനങ്ങള്, അതൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അതിനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരും. അങ്ങനെ അമിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ, സാധുക്കളായ നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ച് അവന്റെ കരുണാ കടാക്ഷം നമ്മിലേക്ക് അവൻ നമുക്ക് നൽകുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അതിനനുസരിച്ച് അതിന്റെ പ്രയോജനവും അതിന്റെ ഫലവും അതിന്റെ ആ വസ്തുക്കളൊക്കെ അല്ലാഹു നമുക്ക് നൽകും. അത് അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ടാണ്. അടിമകളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും സ്നേഹിക്കണം. അള്ളാഹുവിന് അങ്ങേയറ്റത്തെ സ്നേഹം അള്ളാഹുവിനോട് നമുക്കുണ്ടായിരിക്കണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നമുക്കറിയൂലേ? ആരാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ദുആ തന്നെ കാണാം. അള്ളാഹുവേ, ഈ നഫീസ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഈ നഫീസയെ നരകത്തിലിട്ടോ. നഫീസക്കത് പ്രശ്നമില്ല. അതല്ല, ഇബാദത്ത് ചെയ്യുന്നത് നിന്റെ സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഈ നഫീസക്ക് നിന്റെ സ്വർഗം വേണ്ട.
എനിക്ക് നഫീസക്ക് അള്ളാഹുവിനെ നിന്നെ മതി എന്ന് പറഞ്ഞ ഒരു ദുആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടേതായിട്ട് കാണാം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ യാ വദൂദു യാ അല്ലാഹ് എന്ന് പറയുന്ന മഹത്തായ ഇസ്മിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഇരുന്നാൽ ധാരാളമായിട്ട് പറയേണ്ടി വരും. ആ അസ്മാഉൽ ഹുസ്നയിലെ യാ വദൂദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ അത് ആരെങ്കിലും തന്റെ ഇണയോടൊപ്പം യാ വദൂദു യാ അല്ലാഹ് എന്ന് 1000 തവണ മന്ത്രിച്ചൂതിയിട്ട് ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ പിന്നെ പരസ്പരം വേർപിരിയാത്ത രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ നല്ലൊരു ബർക്കത്തുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ ആ കുടുംബജീവിതം നന്നാവാൻ അത് കാരണമാകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ആ മഹത്തായ ഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കപ്പിൾസിനിടയിൽ തെറ്റിദ്ധാരണയുള്ളവർ, കപ്പിൾസിനിടയിൽ പരസ്പരം സംശയമുള്ളവർ, പലർക്കും ഇന്ന് സംശയ രോഗമാണ്. എൻ്റെ ഇണക്ക് മറ്റൊരെടെങ്കിലും റിലേഷൻ ഉണ്ടോ, അഫെയർ ഉണ്ടോ, വേറെ ഏതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ, എന്നോട് ഇപ്പോൾ സ്നേഹം കുറഞ്ഞു പോയല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളാണ് ഓരോരുത്തരും ഓരോ പാർട്ട്നേഴ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനാത്മീയമായിട്ട് ഒരു ഫത്ഹ് ലഭിക്കാൻ ഈ ഒരു ഇസ്മ നിങ്ങൾക്ക് പതിവാക്കാവുന്നതാണ്. ഇത്തരം അമലുകൾ നമുക്കതിനു വേണ്ടി ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണയും അഭിപ്രായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും സംശയമൊക്കെ ഇല്ലാതാക്കാൻ ദാമ്പത്യ ജീവിതം സുഖകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇസ്മ യാ വദൂദു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അത് വെള്ളത്തിലോ ഭക്ഷണത്തിലോ മറ്റോ ഒക്കെ മന്ത്രിച്ചിട്ട് പ്രത്യേകം അത് കൊടുത്താൽ പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുകൊണ്ട് അമല് ചെയ്താലുള്ള നേട്ടങ്ങളെ കുറിച്ച്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. ഈ ദുഷ്പ്രവൃത്തികളിലൊക്കെ ചീത്ത പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഈ കുട്ടികളുണ്ടാവും, ചെറിയ മക്കള്. അവര് നല്ലവരായി തീരാൻ വേണ്ടിയിട്ട്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ 1001 പ്രാവശ്യം നല്ല മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ മന്ത്രിച്ചവർക്ക് കൊടുക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് നിസ്കാരം കഴിഞ്ഞ് അവർ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കുന്ന സമയത്ത് 1001 തവണ യാ വദൂദു യാ അല്ലാഹ് എന്ന് പ്രത്യേകം മന്ത്രിച്ചൂതിയിട്ട് ആ ഒരു വസ്തു അവർക്ക് കൊടുത്താൽ, ആ ഒരു ഭക്ഷണപാനീയം ആ ഭക്ഷണം അവർക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു മധുരമുള്ള വെള്ളത്തിൽ അത് മന്ത്രിച്ചു കൊടുത്താൽ അത് അവരുടെ ആ സ്വഭാവ ദൂഷ്യങ്ങൾ മാറാൻ കാരണമാകും. ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുള്ള മക്കളുണ്ട്, നമുക്കറിയാം. ലഹരിക്കടിമപ്പെട്ടവര്, മദ്യത്തിനടിമപ്പെട്ടവര്, അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടില് പെട്ടവര്, പറഞ്ഞതനുസരിക്കാതെ ജീവിക്കുന്നവര്, അതേപോലെ തന്നെ നിസ്കാരം നിലനിർത്താത്തവര്, ഒരു നിലക്കും ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു നിലക്കും സഹകരിക്കാത്ത എത്രയോ മക്കളുണ്ട്. ഒരുപാട് മക്കൾ അങ്ങനെയാണ്. ഓരോ രൂപത്തിൽ അവർക്ക് തോന്നിയതുപോലെ, താൻ തോന്നിയ പോലെ ജീവിക്കുന്നവര്. രാത്രി വളരെ വൈകി 1 മണിയൊക്കെ ആകുമ്പോൾ മറ്റോ കളിച്ചു വന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 9 മണി, ആ സമയത്ത് സുബഹി കട്ടായി പോകണം. ഇങ്ങനെ തുടങ്ങി ഒരു ദീനിന് പറ്റുന്ന രൂപത്തിലുള്ള ജീവിതശൈലി അല്ലാതെ ജീവിക്കുന്നവര്, അത്തരം മക്കൾക്കൊക്കെ ഈ അമല് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ആളുകൾക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ ഈ ഒരു ഇസ്മിനെ ചൊല്ലല് പതിവാക്കിയാൽ മതി. ആളുകൾ നമ്മോട് അടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്, നമ്മുടെ ഒരു നിലക്കും സഹകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവര് എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 100 തവണ യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്ന് ചൊല്ലി അതിങ്ങനെ പതിവാക്കി ദായിമാക്കിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയ അത്ഭുതങ്ങളും പൊരുളുകളും ഈ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട്. കൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഇസ്മിന് വലിയ കഴിവുണ്ട് ആ രൂപത്തിൽ. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാകാനൊക്കെ ഈ ഇസ്മ കാരണമാകും. അപ്പോൾ ഏതെങ്കിലും സംഘടനയുടെ, ഏതെങ്കിലും ഓർഗനൈസേഷന്റെ, ഏതെങ്കിലും മഹല്ല് സംവിധാനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവര്, ഏതെങ്കിലും വിഷയങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവര്, അതിന്റെ കാര്യസ്ഥരൊക്കെ ഈ ഇസ്മിനെ പതിവാക്കുന്നത് വളരെയധികം അവർക്ക് അവരുടെ
ഇടപെടുന്ന മേഖലകളിൽ മുന്നോട്ടു പോകാൻ ഊർജം പകർന്നു നൽകാൻ ഇത് കാരണമാകും. ആത്മാക്കളെ ആകർഷിക്കാനുള്ള ഇതിൻ്റെ ഒരു ശക്തി അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഇസ്മുകള് ധാരാളമായിട്ട് പതിവാക്കിയാൽ അതിന് വലിയ ഫലങ്ങളുണ്ട്. ഇത് പതിവാക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരുപാട് സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇണകളിൽ നിന്ന് അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന ഒക്കെ പ്രയാസങ്ങൾ അത് തീരാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ ഒരു ഇസ്മ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ, ഒരു കണക്കൊന്നുമില്ലാതെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ അയാൾക്കൊരു നല്ല അവസ്ഥ വരും എന്നുള്ളതാണ്. ഒരു നല്ല അവസ്ഥ വന്ന് അയാളുടെ ഹൃദയത്തിലെ മഹബത്തിന്റെ പുതുജീവൻ അള്ളാഹു ഇട്ടുകൊടുക്കും. അയാളുടെ ബാഹ്യവശത്ത് സ്നേഹപ്പൊരുളുകളാൽ അള്ളാഹു ആഭരണമണിയിച്ചലങ്കരിക്കും. ഹൃദയങ്ങളെല്ലാം അയാളോടുള്ള സ്നേഹത്താൽ നിർവൃതി കൊള്ളും. കാണുന്നവരെല്ലാം അയാളിൽ ആകൃഷ്ടരാവും. അയാളുടെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി അതിശീഘ്രം ഓരോ കാര്യങ്ങളും കുതിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ എല്ലാ പ്രയാസങ്ങളും അത് കാരണമായിട്ട് നീങ്ങാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ധാരാളമായിട്ട് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഈ ഇസ്മ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകള് ആ ഇസ്മ ചൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യും എന്നുള്ളതാണ്. എന്താവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഖിദ്മത്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ഇസ്മ അത് സ്ഥിരമായി ചൊല്ലും. അപ്പൊ ചൊല്ലുമ്പോൾ അതിന് എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഈ മഹത്തായ ഇസ്മിന്റെ അദദ്, ഓരോ ഇസ്മിനും ഓരോ അദദുകളുണ്ട്. അപ്പൊ ഇതിനിപ്പോ വാവ് എന്ന് പറഞ്ഞാല് അബ് ജദ് ഹവ്വസ്, വാവിന്റെ അക്ഷരം അതിന്റെ സംഖ്യ 6ആണ്. ദാലിൻ്റെത് 4ആണ്. പിന്നൊരു വാവ് വരുന്നുണ്ട്, അത് 6ആണ്. പിന്നൊരു ദാല് വരുന്നുണ്ട്, അത് 4ആണ്. അങ്ങനെ മൊത്തം 20ആണ്. അപ്പൊ യാ വദൂദ് യാ അല്ലാ എന്നുള്ള ആ വദൂദ് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് 20ആണ്. മുമ്പ് നമ്മൾ അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവർക്കറിയാം, അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടിയിട്ട് ചെല്ലുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടിയ ഒരാളും റിയാള വീട്ടാത്ത ഒരാളും അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ആ റിയാള വീട്ടിയ ആള് ചൊല്ലുന്നത്, അയാളുടെ നാക്കിനതിലൂടെ ഫലം കാണുന്നത്, അയാളുടെ വിഷയങ്ങൾക്ക് അതിലൂടെ ഫലം കാണുന്നത് അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടാത്തയാളിനേക്കാളും ഒന്നും കൂടെ മികച്ചു നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അസ്മാഉൽ ഹുസ്നയുടെ റിയാള നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന പരമാവധി വളരെ പെട്ടെന്ന് എപ്പോഴാണ് വീട്ടി പൂർത്തീകരിക്കാൻ കഴിയുക ആ സമയത്തേക്ക് അത് പൂർത്തീകരിക്കണം. പിന്നീട് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുക്കലൊക്കെ വന്നപ്പോൾ ഉസ്താദ് ഞാൻ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയിട്ടുണ്ട്. ഉസ്താദ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കുറച്ചും കൂടെ വലിയ റിയാളുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അത് പറഞ്ഞു തരികയാണെങ്കിൽ സമയത്തിനനുസരിച്ച് വീട്ടാനൊക്കെ സാധിക്കുന്നു. നോമ്പെടുത്തുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയ ചെറുപ്പക്കാരെ എനിക്കറിയാം. നമ്മുടെ വീഡിയോ കണ്ട് അവർ അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടിയിട്ടുള്ള എത്രയോ ചെറുപ്പക്കാര്. അപ്പോ ആ രൂപത്തില് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് അത് പൂർത്തിയാക്കി വീട്ടുക, അതിന് നല്ല ഫലങ്ങളുണ്ട്. അപ്പൊ ആ വീട്ടിയ ആള് ഒരു യാ വദൂദ് യാ അല്ലാഹ് എന്നൊരു 400 തവണ ചൊല്ലുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നവരെല്ലാം തന്നെ സ്നേഹിക്കണം. വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാനും ആരെങ്കിലും ആഗ്രഹിച്ചാല്, ആ രൂപത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വദൂദ് എന്ന നാമം അത് വളരെ ധാരാളമായിട്ട് അതിനെങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അത് കാരണമായിട്ട് അതിന് വലിയ ഫലങ്ങൾ ലഭിക്കും.